വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഫൈനലി ഇറ്റ്സ് ആൻ ഇംഗ്ലീഷ് ഫൈനൽ. യൂറോപ്പ ലീഗിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് രണ്ട് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫൈനലാണ്. സ്പേഴ്സ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഞാൻ കണ്ടിട്ടുള്ളത് യുണൈറ്റഡിന്റെ മാച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് പറയുകയാണെങ്കിൽ മാച്ച് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റാണ്. ഫസ്റ്റ് ലെഗിൽ അവർ ബിൽബാവിൻ്റെ ഹോമിൽ പോയിട്ട് 3-0 ജയിച്ചു. രണ്ടാം ലെഗിൽ സ്വന്തം ഹോമിൽ വന്നിട്ട് 4-1 ജയിച്ചു. ടോട്ടലി അഗ്രിഗേറ്റിൽ 7-1 വിക്ടറി. ആ ഏഴാമത്തെ ഗോളൊക്കെ വീണതിന് ശേഷം റൂബൻ അമോറിമിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, ഏതൊരു യുണൈറ്റഡ് ഫാൻ്റെയും ഫീൽ എന്താണ്, മനസ്സെന്താന്നൊക്കെ ആ ഒരു ഫേസിൽ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഹീ ഈസ് സോ ഹാപ്പി. ആൾക്ക് പ്രീമിയർ ലീഗിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പാളിച്ചകൾക്ക് കാരണം നമുക്ക് ആളെ കംപ്ലീറ്റ്ലി കുറ്റം പറയാനൊന്നും വേണ്ടി പറ്റൂല. ടീമിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആളതൊക്കെ യൂറോപ്പ ലീഗിലേക്ക് എത്തുന്ന സമയത്ത് മേക്കപ്പ് ചെയ്തിട്ട് ടീമിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരു ഫൈനലിലേക്ക് എത്തി. അപ്പം ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കാസമീറോ ആണ്. കാസമീറോക്ക് പ്രായമായി, ആൾക്ക് പേസ് ഇല്ല, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കാസമീറോ. കാരണം എന്താ പറയുക, ആൾക്ക് പെർഫോം ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നു. യൂറോപ്യൻ നൈറ്റ്സിൽ ആൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. എലീറ്റ് മെൻറ്റാലിറ്റിയാണ് ആൾ കാണിക്കുന്നത്. പിന്നെ ഞാൻ കുറേ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കാസമീറോക്ക് അമോറിമിൻ്റെ ടീമിൽ ഒരു ഭാവി ഇല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ആൾക്ക് പെർഫോം ചെയ്യാനൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും റീസൺ കൊണ്ട് ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം അമോറിമിൻ്റെ സിസ്റ്റത്തിൽ പണ്ട് ഉഗാർട്ടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സേഫ് പാസ് കൊടുക്കുക. ഐ മീൻ ഉഗാർട്ടെ അപ്പോൾ ടെക്നിക്കലി അത്ര ടോപ്പൊന്നും ആയിട്ടൊന്നുമല്ല നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആൾ ടെക്നിക്കലി ലേറ്റ് ഒന്നുമല്ല. അപ്പം ഉഗാർട്ടെ അമോറിമിൻ്റെ സിസ്റ്റത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, സ്പോർട്ടിങ്ങിൽ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത് അധികം സേഫ് പാസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിട്ടാണ്. ഡിഫൻസീവ്ലി നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഒരുപാട് റിസ്കി പാസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതെ സേഫ് പാസ് കൊടുക്കുക. ഐ മീൻ മിനിമൽ അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള പ്ലെയർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ല, പക്ഷേ ഒരു എലീറ്റ് ടെക്നീഷ്യൻ ആവേണ്ടതില്ല ആ റോള് ചെയ്യാമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ ആൾക്ക് ടീമിൽ ഒരു സീസണൊക്കെ കളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലൈവിലാണ് പറഞ്ഞത്. സോ അതിനാണ് ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളത്. ആൻഡ് കാസമീറോ അമോറിമ തന്നിൽ അർപ്പിച്ച വിശ്വാസം കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. ടോപ്പ് പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്നു, ആൾ സ്കോർ ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു, സൂപ്പർ. അപ്പം ഈ ഒരു പ്ലെയർ ഉള്ളത് തന്നെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവാണ്. കാരണം ആളൊരു വിന്നറാണ്. ആൾ റയൽ മാഡ്രിഡിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ ടീമുകളും കയറി അടിച്ച് പഞ്ചറാക്കിയ മനുഷ്യനാണ്. സോ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള, അത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ബൂസ്റ്റാണ്. സോ ആ മെൻറ്റാലിറ്റിയാണ് ആൾ കാണിച്ചിട്ടുള്ളത്. പിന്നെ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ടുള്ള മാറിയിട്ടുള്ള സംഭവം അത് മേസൺ മൗണ്ടാണ്. മേസൺ മൗണ്ടിൻ്റെ പെർഫോമൻസ് കൂടാതെ ആൾ 2 ഗോളാണ് അടിച്ചത്. ആൾ ഇഞ്ചുറിക്കൊക്കെ ശേഷം ഡിപ്പായി നിൽക്കുന്ന സമയത്ത്, യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് ബിൽബാവോക്കെതിരെ 2 ഗോളൊക്കെ അടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂജ് ബൂസ്റ്റ് കൊടുക്കും ടീമിന്. അതേപോലെ ഹോയിലൻഡ് ഒരു ഗോൾ അടിച്ചു, അതും ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ബൂസ്റ്റാണ്. സോ ഒരു ഫൈനലിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ട് ആ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈനലിലേക്ക് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. സ്പേഴ്സാണ് അപ്പുറത്തുള്ളത്. സ്പേഴ്സിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവരൊരിക്കലും മോശക്കാരല്ല. റീസെൻ്റ്ലി അവർക്ക് യുണൈറ്റഡിനെതിരെ നല്ല റെക്കോർഡ്സ് ഉണ്ട്. പക്ഷേ ഒരു യൂറോപ്യൻ നൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് അമോറിമിൻ്റെ എക്സ്പീരിയൻസ്, അമോറിമ യൂറോപ്പ ലീഗിലാണെങ്കിലും UCL-ലാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് പോസ്റ്റ്കോഗ്ലോന് യൂറോപ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ മീൻ UCL-ലും യൂറോപ്പിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ ഈ യൂറോപ്പ ലീഗിൽ തന്നെ UCL-ലൊക്കെ ബിഗ് ടീംസിനെ ക്രഷ് ചെയ്ത് പരിചയമുള്ള ഒരു മനുഷ്യനാണ് റൂബൻ അമോറിം. സോ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് അവിടെ മുതൽക്കൂട്ടാവും. കാസമീറോനെ പോലത്തെ പ്ലേയേഴ്സ് ഉള്ളത് മുതൽക്കൂട്ടാവും. പിന്നെ ഈ മൗണ്ടും ഹോയിലൻഡും അടക്കമുള്ള പ്ലേയേഴ്സ് കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തെടുത്തത് അവിടെ മുതൽക്കൂട്ടായി മാറും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ബ്രൂണോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആൻഡ് ദോർഗുവിൻ്റെ അത്ലറ്റിസം, ദോർഗുവിൻ്റെ റണ്ണിങ്, ദോർഗു ഫൈനൽ തേർഡിലേക്ക് കളി കൊണ്ടുപോകുന്നത് അതൊക്കെ ടോപ്പ് ക്ലാസ് ആണ്. പക്ഷേ ആൾക്ക് ഫൈനൽ തേർഡിൽ പലപ്പോഴും ഡിസിഷൻസ് വാളുന്നുണ്ട്. ആൻഡ് ആളൊരു റോ ടാലൻ്റാണ്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആയി വരും. സോ അതാണ് ദോർഗും ടീമിന് വേണ്ടി നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അമാസിനെ പോലത്തെ പ്ലേയേഴ്സ് വരുമ്പോൾ അവർ നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫൻസ് അത്യാവശ്യം നന്നായിട്ട് കളിച്ച് യുണൈറ്റഡിൻ്റെ സൈഡിൽ ആ ഗോൾ കൺസീഡ് ചെയ്ത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റണമായിരുന്നു. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഡിഫൻസ് വലിയ തരക്കേടില്ലാതെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ആരൊക്കെയാണ്?
യോറോ നന്നായിട്ട് കളിച്ചു. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. മഗ്വയർ ആണെങ്കിൽ ലിൻഡലോഫ് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരുത്തുന്നുണ്ട്. സോറി, ഡിലീറ്റ് ഇല്ല കേട്ടോ, ഡിലീറ്റ് ഇല്ല. ലിൻഡലോഫ് കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുത്തുന്നുണ്ട്, പക്ഷേ പണിഷ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. ചില സമയത്ത് മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. സോ അത് കൺസേണിങ് ആണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആൾ കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ആരെക്കുറിച്ചാണ്, ഗർണാച്ചോ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഗർണാച്ചോ സ്കോർ ചെയ്യണം. ഗർണാച്ചോക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ കിട്ടിയ ഓപ്പൺ ചാൻസ് അത് ആളെങ്ങനെയും സ്കോർ ചെയ്യണമായിരുന്നു. ഇനി ഫൈനലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടുന്ന ഓപ്പൺ ചാൻസ് ഒന്ന് ഗർണാച്ചോക്ക് ആയിരിക്കും. അത് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രോഫി തന്നെ അടിയറവ് പറയേണ്ടതായിട്ട് വരും. അതാണ്. ഇത് നമ്മൾ സ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഡിഫൻസിൽ കുട്ടി റൊമേരോ വാൻഡവൻ അവൈലബിൾ ആണ്. ഡിഫൻസ് ഇസ് ഓക്കെ. ഡ്രാഗോസിന് ഇല്ലെങ്കിൽ പോലും ഈ രണ്ട് പ്ലേയേഴ്സൊക്കെ ഉണ്ട് എന്ന് പറയാം അവർക്ക്. പക്ഷേ അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അവർക്ക് നമ്മുടെ സണ്ണിൻ്റെ മിസ്സിംഗ് ഉണ്ട്. പക്ഷേ സണ്ണ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മേജർ പ്ലെയർ ആയിട്ടുള്ള മാഡിസണിൻ്റെ മിസ്സിംഗ് ഉണ്ട്. മാഡിസൺ എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്പേഴ്സിലുണ്ട്. പക്ഷേ സ്പേഴ്സിനെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബിൽബാവിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ അവരുടെ പല മേജർ പ്ലെയേഴ്സ് മിസ്സിംഗ് ആയിരുന്നു. ഒന്ന് സെൻട്രൽ ബാക്കിന് റെഡ് കാർഡ് കിട്ടിയ ആളൊരു കീ പ്ലെയർ ആയിരുന്നു. പിന്നെ അവരെന്തുകൊണ്ടാണ് നമ്മുടെ ഉനായ് സിമണെ ബെഞ്ച് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇഞ്ചുറി പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. സോ ഉനായ് സിമണിനെ പോലത്തെ ഒരു പ്ലെയർ ഇല്ലാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം, ഈ വില്യംസ് ബ്രദേഴ്സ് അറ്റാക്കിൽ ഇല്ലാത്തത് അവരെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കീ പ്ലെയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് യുണൈറ്റഡ് അത് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് 4 ഗോളാണ് പൊട്ടിച്ചത്. സോ അത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ആ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്തിട്ട് നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്യുക. ഇനിയിപ്പോൾ ഫൈനൽ നടക്കാൻ വേണ്ടി പോകുന്നത് ബിൽബാവിൻ്റെ സ്റ്റേഡിയത്തിലാണ്. സോ എന്ത് നടക്കുന്നുള്ളത് കണ്ടറിയണം. ഫൈനലിനെ കുറിച്ച് നമുക്ക് എന്തായാലും പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.